ഹായ് ഹോൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരവും ടേസ്റ്റുമായിട്ട് ഞങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ 2 തരം പുട്ടിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ. കൂടെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്ത് ഐപ്പും ചെയ്തേക്കണേ. സഫീറാസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എന്നാൽ പിന്നെ റെസിപ്പിയിലേക്ക് പോയാലോ? അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക, ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളെ വടക്കേരിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുട്ടും കടലയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ പുട്ടും കടലയും തയ്യാറാക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ 2 തരം പുട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ സാധാരണ ഞങ്ങൾ അരിപ്പുട്ടില്ല, അതും പിന്നെ മുത്താറി പുട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ തലേദിവസം രാത്രി തന്നെ കടലക്ക കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു, കടലക്കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കടലക്ക നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും കടലയും അതുപോലെ തന്നെ പുട്ടും തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടലയൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടല മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയുക കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഈ ഒരു കടലൊക്കെ ഞാൻ കുതിർത്തെടുത്തിട്ടുള്ളത്. പകുതി കടലൊക്കെ ഞാനിപ്പോൾ ഒരു കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മറ്റു മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതെല്ലാം ഒരുമിച്ച് ഇട്ടിട്ട് തന്നെയാണ് ഇതിനെ അന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളിയും അതുപോലെ തന്നെ 3-4 പച്ചമുളകും ഒരു വെല്ലുള്ളിയാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പല രീതിയിലാണല്ലോ കടലൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഈ ഒരു കടലക്കറി ഞങ്ങൾ മുൻപ്, അതായത് ഞങ്ങൾ തറവാട് വീട്ടിലൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ഉമ്മാമ ഒക്കെ തയ്യാറാക്കിയിട്ടിരുന്ന ഒരു കറിയാണിത്. അതായത് വറുത്തരച്ചിട്ടാണ് ഈ കടലക്കറി ഞാനിപ്പം തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തക്കാളിയുടെ പുളിപ്പ് രസം ഇഷ്ടപ്പെടുന്നവർക്ക് 1-2 തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നാലും കടലക്കറി ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പുളിപ്പ് രസമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവൊന്ന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞങ്ങൾ പണ്ട്, അതായത് ഞങ്ങൾ സ്കൂൾ പോകുന്ന ടൈമിലെല്ലാം ഞങ്ങൾ ഉമ്മാമ്മ, അതായത് നമ്മളെ ഉമ്മയൊക്കെ ഈ ഒരു രീതിയിലാണ് കറിയൊക്കെ വെച്ചിട്ട്. കാരണം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു വറുത്തരച്ചിട്ട് കറി ഇതൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പുട്ടിന് നല്ലൊരു ടേസ്റ്റാണ്. പുട്ടിന് മാത്രമല്ല, അപ്പം അതുപോലെ തന്നെ എന്താ പറയുക, റോട്ടി, ദോശ, അതിനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇന്ന് മഴ കുറച്ച് കുറവുണ്ട്. അപ്പോൾ വിചാരിച്ച് വേഗം പുട്ടും കടല തന്നെ തയ്യാറാക്കിയിട്ടിടുക. പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് മറ്റുള്ള ജോലികളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇത് അലക്കണവും അതുപോലെ തന്നെ മുറ്റടിക്കാനുണ്ട്. എന്ന് വെച്ചാൽ 2-3 ദിവസമായി മുറ്റടിക്കാത്തത്. കാരണം എന്ന് വെച്ചാൽ മഴ കൊണ്ട് മുറ്റമൊന്നും അടിക്കാൻ പറ്റുന്നില്ലല്ലോ. രാവിലെ മുതൽ രാത്രി വരെ മഴയാണല്ലോ. കുറച്ച് ചോർന്ന് കണ്ടാൽ മുറ്റടിക്കാൻ ഇറങ്ങാറുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും ഇപ്പോൾ കഴിയുന്നില്ലല്ലോ. കാരണം അങ്ങനത്തെ മഴയല്ല പെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ചോർച്ച കണ്ടപ്പോൾ വിചാരിച്ചു എന്തായാലും വേഗം ഈ ഒരു അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം പോയിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഒരു കടലക്കറി ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ മസാലപ്പൊടികളെല്ലാം വറുത്തിട്ടാണ് ഈ ഒരു കടലക്കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പ്രഷർ കുക്കറൊന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലൊരു പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. പാന് കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് ടെൻഷനാണ് കേട്ടോ. കാരണം ഇതുപോലത്തെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാൻ അവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. പാനൊക്കെ എൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഇത് ഞാൻ ചെയ്തെടുത്തത് ഇതിനൊക്കെ നല്ലൊരു യൂസ്ഫുൾ അല്ല ഈ ഒരു പാനൊക്കെ. പിന്നെ വറുത്തെടുക്കാനും അതുപോലെ തന്നെ താളിച്ചെടുക്കാനൊക്കെ അതിന് വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാമേ. ഒരുപാട് കളറൊന്നും മാറിപ്പോകരുത്, അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടെടുക്കാം. കാരണം ഫ്ലെയിമൊന്ന് കുറച്ചിട്ട് വേണേൽ ചൂടാക്കിയിട്ടെടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകില്ല. അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നല്ലൊരു സ്മെല്ല് വരില്ല, ആ ഒരു സമയത്തേക്ക്
ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊരു കളറ് മാറ്റം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ഇത് വറുത്തെടുത്ത മസാലപ്പൊടി ഈ ഒരു കടലയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മസാലപ്പൊടികളൊക്കെ വറുത്തരച്ചിട്ടുള്ള കടലക്കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കടലക്കറി കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ റോട്ടിക്കും അതുപോലെ തന്നെ ദോശ, വെള്ളാപ്പം, അപ്പത്തിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ എന്നാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനിതാ ഈ ഒരു പ്രഷർ കുക്കർ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 6 വിസിൽ വരെയാണ് ഈ ഒരു കടലക്ക വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ അടുപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇനി ഞങ്ങൾക്ക് എന്താ പറയുക അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കുക. അതായത് പുട്ടിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയില്ല, അതൊന്ന് കുഴച്ചെടുക്കാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചതിന് ശേഷം വീട്ടിൽ തന്നെ ഒന്ന് വറുത്തെടുത്ത് വെച്ചതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തേക്ക് ഞങ്ങൾ ഈ ഒരു അരിപ്പൊടി ഒന്നും കേടാവാതെ തന്നെ ഞങ്ങൾക്ക് ഇരിക്കും. വീട്ടിൽ തന്നെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പുഴുങ്ങലരിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എപ്പോഴും പച്ചവെള്ളത്തിലാണ് പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാറ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിടണം. ആദ്യം തന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുട്ടിൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാൽ തന്നെ ഞങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഇത് പുട്ടിൻ്റെ ഈ ഒരു മാവിലേക്ക് ഈ പുട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. പുട്ട് കുഴച്ചെടുക്കുമ്പോൾ എപ്പം പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. ചൂടുവെള്ളത്തിലൊന്നും കുഴച്ചെടുക്കേണ്ട. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഒഴിച്ചിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. എന്താ പറയുക ഒരുമിച്ച് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട അറിയാത്തവരെ. ഞങ്ങൾക്ക് എപ്പോഴും ഇതുപോലെയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഒരുമിച്ച് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഞാൻ ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇത് പുട്ടിൻ്റെ ഈ ഒരു മാവ് ഞാൻ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. പണ്ട് കാലത്തൊക്കെ ഞങ്ങളെ വീട്ടിൽ നിന്നൊക്കെ അരി പൊടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അമ്മിക്കല്ലിൽ അരച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ഉരളിലടിച്ചിട്ടൊക്കെയാണ് പുട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കല്. ഇപ്പോൾ അതിനൊന്നും ആവശ്യമില്ല അല്ലേ. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെയാണല്ലോ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് മുത്താറി പുട്ടാണ്. അപ്പോൾ എന്താ പറയുക ഉമ്മാക്കും ഉപ്പാക്കെല്ലാം എന്താ പറയുക ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതായത് ഷുഗറും പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കും വേണ്ട ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമൊക്കെ. അപ്പോൾ അതിന് വേണ്ടി വിചാരിച്ചു എന്തായാലും മുത്താറിപ്പുട്ട് അവർക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന്. അങ്ങനെ ഇതാ മുത്താറി ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1.5 കപ്പോളം മുത്താറിപ്പൊടിയാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മുത്താറിപ്പുട്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചതിലും കൂടുതലായിട്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറേശ്ശെ വെള്ളമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ തന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുത്താറിപ്പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. മുത്താറിപ്പുട്ടിൻ്റെ മാവ് കുഴച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ വെള്ളം ഒരുമിച്ച് തന്നെ ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് തന്നെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണല്ലോ മുത്താറി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ, അതായത് റാഗി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൂടെ കേട്ടോ. ഞാനങ്ങനെ കുറച്ച് ലൂസായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെയാണ് ഞാൻ ഈ ഒരു മുത്താറിപ്പുട്ടിൻ്റെ മാവും ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു മുത്താറിപ്പുട്ടിൻ്റെ മാവ്. ഞങ്ങൾ സാധാരണ ദോശയൊക്കെ ചുടാറുണ്ട്. മുത്താറിപ്പുട്ട് 1-2 തവണ ഞാൻ ചുട്ടിട്ടുണ്ട്. അപ്പോൾ ചുടാത്തവരാണെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് ഈ ഒരു മുത്താറിപ്പുട്ട്.
അപ്പോൾ കടലക്കറിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ താളിച്ചൊഴിച്ച് അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ താളിപ്പിന് വേണ്ടി ഞാനിതാ അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരല്പം വലിയ പാത്രം തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ കട്ടയായതുകൊണ്ട് തന്നെ ഇതിലേക്ക് എന്താ പറയുക ഒഴിക്കാൻ പറ്റുന്നില്ല, കുറച്ച് പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ ഈ ഒരു ബോട്ടിൽ അങ്ങ് വെച്ച് കൊടുത്തരാം. ചെറുതായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാൻ ഈ ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കടുക് ചേർത്ത് കൊടുക്കാം. കടുക് കൂടി ചേർത്ത് കഴിഞ്ഞാലല്ലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അല്ലേ. അങ്ങനെ ഇതാ കടുക് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കടുകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊന്നും മാറിപ്പോകരുത്. ആ ഒരു നല്ലൊരു മണം വരില്ല. ആ ഒരു സമയത്തേക്ക് ഞാൻ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള കടലക്കറി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് കടല നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 6 വിസിൽ വരെയാണ് ഈ ഒരു കടലക്കറി വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ മാഷാഅല്ലാഹ് നല്ല രീതിയിൽ ഉപ്പും എരിവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എന്താ പറയുക നാളികേരം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം, പെരുംജീരകം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അരപ്പിത ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നല്ല ടേസ്റ്റും രുചികരവുമായിട്ടുള്ള ഈ ഒരു കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് അളവിന് തന്നെ ഉപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തേങ്ങ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം തിളച്ചെടുക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവേ. നിങ്ങൾ സാധാരണ മറ്റുള്ള കറികളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ തേങ്ങ അങ്ങനെ എന്താ പറയുക പതച്ച് വരണ്ടല്ലോ അല്ലേ. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതിയല്ലോ. പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടലക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതായത് മുത്താറിപ്പുട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കിയിട്ടെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയ്ക്ക് ഒന്ന് നന്നായി ചൂടാതിന് ശേഷം ഒരു സവാള ഞാൻ ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാതിന് ശേഷം മാത്രമാണ് സവാള ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്ന് വഴറ്റിയെടുക്കണ്ട, കാരണം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മുത്താറിപ്പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ അവർക്കും വേണ്ടി ഈ ഒരു മുത്താറിപ്പുട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും രുചിയൊക്കെ. കാരണം ഞങ്ങൾ സാധാരണ നാടൻ രീതിയിലുള്ള അരിപ്പുട്ടൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ അതിന് വേറെ തന്നെ രുചിയാണ്. അതിന് കറിയൊന്നും വേണമെന്നില്ല, എന്നാലും ഞങ്ങൾക്കൊരു എന്താ പറയുക കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ കറിയൊക്കെ ഒന്ന് കൂട്ടി കഴിക്കുന്നത്. പക്ഷേ എന്നാലും അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ മുത്താറിപ്പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് എടുക്കാം. അപ്പം ഞാൻ നേരത്തെ തന്നെ ചിക്കൻ എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇപ്പം ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം വേവിക്കാണ്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മസാലക്കൂട്ടിൽ നിന്ന് തന്നെ ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുക ഈ ഒരു മസാലക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, എന്താ പറയുക ഒരു 1/4 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കും പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുതേ, കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഇപ്പം ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ഒരു അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താലും മതി.
ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ടാണ് ഇതിനൊന്ന് മസാലയൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും ഞാൻ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു ചാറൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി കൂടി ഇതൊന്ന് കുക്കായി കിട്ടാനുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾക്ക് പുട്ടൊന്നും തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ ഞാൻ എൻ്റെ പാനിയും കുറ്റിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് കിട്ടട്ടെ. അങ്ങനത്തെ മുത്താറിപ്പുട്ടിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ചാറൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മുത്താറിപ്പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലൊരു പ്രഷർ കുക്കറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിരട്ടപ്പുട്ട് പോലെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി റാഗിൻ്റെ പുട്ട് ഞാൻ ആദ്യം തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ചിരട്ടപ്പുട്ടിലാണ് ഈ ഒരു റാഗി പുട്ട് ഞാൻ തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഇനി ഈ ഒരു റാഗി പുട്ടിലേക്ക് ഞാൻ കുറച്ച് അതായത് ഒരു കൈപ്പിടി അളവിൽ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. റാഗിയുടെ ഒരു പുട്ടായത് കൊണ്ട് തന്നെയാണ് ഞാനിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം അവർ കഴിക്കുമ്പോൾ അവർക്കൊരു രുചിയൊക്കെ കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റംസൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നത്. കാരണം റാഗി ആണല്ലോ, സാധാരണ ഞങ്ങൾ അരിപ്പുട്ടാണുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ റാഗി പുട്ടായത് കൊണ്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നത്. നല്ല രുചിയോട് കൂടി കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്കും വേണ്ട ഒരു വെറൈറ്റിയൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി വെച്ച മാവ് ഞാനിത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അടുപ്പിൽ വെച്ച് ആ പ്രഷർ കുക്കറിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് ഈ ഒരു റാഗിപ്പുട്ട് അതുപോലെ ചിരട്ടപ്പുട്ട് തയ്യാറാക്കിച്ചെടുക്കുമ്പോൾ. അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ അരിപ്പുട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അരിപ്പുട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ശരിക്കും എടുക്കാഞ്ഞത്. അങ്ങനെ ഇതിപ്പോൾ റാഗിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ ഒരു റാഗിപ്പുട്ട്. അരിപ്പുട്ടിൻ്റെ കാര്യം പിന്നെ ആരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പം ഞങ്ങളുടെ ഈ ഒരു കേരളീയർക്കൊക്കെ ആദ്യം തന്നെയുള്ള ഒരു ഭക്ഷണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ അരിപ്പുട്ടാണ് അല്ലേ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയത്. അങ്ങനെ അരിപ്പുട്ട് ഞാനിത് ഈ ഒരു വാഴയിലൊന്ന് കുത്തിയെടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഉപ്പാവ എപ്പോഴും പറയും, അതായത് ഉമ്മയും ഉപ്പാവ എപ്പോഴും പറയും, പുട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ വാഴയിലൊന്ന് ചുറ്റിയെടുക്കണം, എന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് എപ്പോഴും. അപ്പോൾ ഈ ഒരു അരിപ്പുട്ടും റാഗിപ്പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. റാഗിപ്പുട്ട് ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു മസാലകളൊക്കെ ഉള്ളത് കൊണ്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു നോർമൽ പുട്ടിന് വേണ്ടിയിട്ട് കടലക്കറി കൂടി ഉണ്ടാവും, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കിച്ചണിലുള്ള എന്താ പറയുക, യുദ്ധം കഴിഞ്ഞൊരു രീതിയാണ് ഉണ്ടാകുന്നത്. എല്ലാവരുടെ അടുക്കളയിൽ തന്നെയായിരിക്കും സ്ഥിതി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കണം. അതിന് കുറച്ച് പണി തന്നെയാണല്ലേ. എന്നാലും ഞാൻ കുറേ പാത്രങ്ങളൊക്കെ ആ ഒരു ടൈമിന് തന്നെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വിഷമമില്ലല്ലോ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കഴുകിയെടുക്കുക ആക്കെല്ലാം ചെയ്യാമല്ലോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തിട്ടെടുക്കേണ്ട. ആ ഒരു സമയത്ത് തന്നെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അങ്ങ് ഉള്ളിലേക്കും കയറി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ ആ ഒരു ടൈമിനെല്ലാം ഇറങ്ങണ്ട. ചോറും കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ചോറൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കറികളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോഴേക്ക് ഈ ഒരു ക്ലീനിങ് ഒക്കെ ഒന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിച്ചണിലെ ഒരു ഫൈനൽ ലുക്കാണ് ഇത്. അങ്ങനെ എല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്ക് മാത്രം ഒന്ന് ഇറങ്ങിയാൽ മതി. ബാക്കി എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ. അങ്ങനെ ഇനി കുറച്ച് ചെടിക്കൊന്ന് വെള്ളം നനക്കാനുണ്ട്. കാരണം ഈ ഒരു സൈഡ് ഭാഗത്ത് ആങ്കറിൽ തൂക്കിയിട്ട ഈ ഒരു മണി പ്ലാന്റിനൊന്നും വെള്ളം അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ രാവിലെ ദിവസം ചെയ്ത് കൊടുക്കും, വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും. അപ്പോൾ ചെടിയൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടത് മാറ്റി വെക്കും, എന്താ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അന്നൊക്കെ പൊരിച്ചെടുക്കും. അങ്ങനെ മുറ്റടിക്കലും അക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്ക് മാത്രം ഒന്ന് ഇറങ്ങിയാൽ മതി. അങ്ങനെ ഇതിപ്പോൾ ഞാൻ മഴക്കും പിന്നെ കുറച്ച് ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒന്ന് എന്താ പറയുക കുഴിച്ചിട്ട് കൊടുത്തതാണ്. അതൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരുന്നുണ്ട് മാഷാ അല്ലാഹ്. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒന്ന് നല്ലൊരു ചട്ടിയിലേക്കൊന്ന് മാറ്റിയെടുക്കണം. ഒരു മണി പ്ലാന്റ് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഉഷാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.